പോർഷനാണ് ഇന്ത്യ വെച്ചെങ്കിൽ ഈ കാണുന്ന ബോർഡറാണ് ഉണ്ടാവുക. വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് കല്ലിങ്ങനെ പേരിട്ടിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്താണ് ബംഗ്ലാദേശ്. ഈ കാണുന്നതാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മേഘാലയയിലാണ്. ഷില്ലോങ് ഉണ്ടാവും. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് മേഘാലയയിലെ ഷില്ലോങ്. ഞങ്ങളൊന്ന് ഷില്ലോങ്ങിൽ എത്തിയിരിക്കുകയാണ്. അതായത് മേഘാലയയുടെ ക്യാപിറ്റലായിട്ടുള്ള ഷില്ലോങ്ങിലാണ്. ഞങ്ങളൊരു 3-4 ദിവസം ഷില്ലോങ്ങിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് സൈറ്റ് സീൻ്റെ വണ്ടികൾ അപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റ് സീൻ്റെ ബസ്സുകളിലാണ് ഞങ്ങൾ പോകാനുള്ള പ്ലാൻ. ഷില്ലോങ്ങിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രീറ്റാണ്, നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റ്. ഞാനിവിടെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് ഇതേമാതിരി നല്ല തിരക്കുള്ള. ഷില്ലോങ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മാല, വള, അതേമാതിരി ഡ്രസ്സുകൾ, അതേമാതിരി ഇവിടെ ഒരു മദ്രാസ് കഫേ ഉണ്ട് കേട്ടോ. തമിഴന്മാരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതേമാതിരി പല മോഡലിലുള്ള മിളകുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു തെരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ജനനിബിഡം തന്നെയാണ്. അത്രയും തിരക്ക് കൂടിയിട്ടുള്ള ഒരു തെരുവാണ് ഈ ഷില്ലോങ്ങിൽ ഈ തെരുവ്. ഇനി നമ്മൾ മറ്റുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. നമ്മൾ സിറ്റി മെയിനായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം സിറ്റി കാണാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ഇതേമാതിരിയുള്ള ഏരിയകളൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഇവിടെ ഷില്ലോങ്ങിൽ ഒരു ഡോൺ ബാസ്കോ മ്യൂസിയം ഉണ്ട്. ഈ മ്യൂസിയം തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. അതിലുപരി അത് വന്ന് കാണണം നിങ്ങൾ, കാരണം അത്രയധികം നോർത്ത് ഈസ്റ്റ്, അതായത് ഷില്ലോങ്ങും നാഗാലാൻഡ് അവിടെയുള്ള, അതേമാതിരി മേഘാലയ, മിസോറാം, ആ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുടെ കൾച്ചറിനെ പറ്റിയിട്ടും അവരുള്ള എന്താ പറയുക അവരുള്ള ജീവിത രീതികളൊക്കെ പറ്റിയിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അത്ര രസമായിട്ട് 7 ഫ്ലോറിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ, ഫോട്ടോ എടുക്കാൻ പറ്റും. 100 രൂപ കൊടുത്താൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് വീഡിയോ അവർ തീരെ അലൗഡ് അല്ല. അതാണ് ബാസ്കോ മ്യൂസിയം നിർബന്ധമായിട്ടും കാണണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോൺ ബാസ്കോ മ്യൂസിയം വെർത്താണ്. ഒരു ടിക്കറ്റ് 100 രൂപയാണ് അഡൾട്ടിന്. പക്ഷേ ആ പൈസ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. അത്രയധികം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഈ ഒരു ഡോൺ ബാസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിയം നമുക്ക് ഉപകാരപ്പെടും. ഇന്ന് ഞങ്ങൾ ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിക്ക് പോകുന്നു. ചിറാപുഞ്ചി അല്ല, ധോക്കി റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. സൈറ്റ് സീനാണ്. ഇവിടുന്ന് ഒരു 10-80 കിലോമീറ്റർ ഉണ്ട്. അതുമാത്രമല്ല, ആ പോണ വഴിയിൽ തന്നെ ഒരു 6-7 സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കാണാനുള്ള സൈറ്റ് സീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടുത്തെ മേഘാലയ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയിലാണ് പോണത്. ഒരാൾക്ക് 700 രൂപയാണ് ഇന്നത്തെ ചാർജ്. ഇനി പിന്നെ നാളെ വേറെ ഇത് പോകുന്നുണ്ട്, ചിറാപുഞ്ചി, അത് ഒരു ആൾക്ക് 500 രൂപ. അതൊക്കെ ഇതിൻ്റെ കേട്ടോ, മേഘാലയ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെയാണ്. പിന്നെ പ്രൈവറ്റ് വണ്ടികളും ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കുറച്ച് കാശ് കൂടുതലാണ്. പിന്നെ അവരായിട്ട് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ഈ റേറ്റിനൊക്കെ പോവാം. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അങ്ങനെ കുറേ കൂടി സേഫാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ല, കണ്ടമാനം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും. ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു ബസ്. 1-2 ബസ്സൊക്കെ പോവുമായിരിക്കും. ആൾക്കാരുടെ ഇതിനനുസരിച്ചിട്ട് ബസ്സുകൾ കൂടി വരും. ഇന്നിപ്പോൾ ഒരു ബസ്സാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ട് ആൾക്കാർ കൂടുതലാണ്, അടുത്ത ബസ് കൂടിയും പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 8:15-8:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് യാത്രയാവും. അപ്പോൾ ബാക്കി പോണ വഴിയിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, നോക്കാലിക്ക വാട്ടർഫാൾസ് എന്ന് പറയും. അതായത് നമ്മൾ ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചി പോണ വഴിയിലാണ് ഈ ഒരു നോക്കാലിക്ക വാട്ടർഫാൾസ് എന്ന് പറയും. ഏഷ്യയിൽ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ഒരു വാട്ടർഫാൾസാണ്. അത് കാണിച്ചു തരാം. ആൾക്കാർ ഇഷ്ടംപോലെ നിന്ന് കാണുന്നുണ്ട്. ഈ വാട്ടർഫാൾസിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇത് ചിറാപുഞ്ചി പോണ വഴിയാണ്. ഏകദേശം ചിറാപുഞ്ചിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായ കാരണം തന്നെ ഇതിലെപ്പോഴും വെള്ളം ഉണ്ടാവും. കൂടാതെ ഇവിടെ ഇത് ഞങ്ങളുടെ ഭാഗ്യത്തിനാണ് ഇത് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത്. പൊതുവെ ഇവിടെ വിസിബിലിറ്റി കുറവായിരിക്കും. കാരണം എപ്പോഴും ഫോഗ് വന്ന് നിറഞ്ഞു എടുക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ അപൂർവമായിട്ട് ഇതേമാതിരി ക്ലിയർ ആയിട്ട് കിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ ലക്കിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയതെന്ന് അവർ പറയണ്ടായി. ഞങ്ങളിപ്പോൾ ചിറാപുഞ്ചിയിൽ പോണ വഴിയിലാണ്. പോണ വഴിയിൽ ഡുവാൻ സിംഗ് സായ്സ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ ഇങ്ങനെയാണ്, ഡുവാൻ സിംഗ് സായ്സും. ആ ഒരു വ്യൂ പോയിൻറ്റിലാണ് ഉള്ളത്. ഇവിടെ കണ്ടമാനം ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. ഒരു 1.5 വ്യൂ പോയിൻ്റാണ്. പിന്നെ അതല്ല,
ഭയങ്കര തിക്ക് ഫോറസ്റ്റാണ് സംഭവം. തിക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും മഴ പെയ്യുന്ന ഒരു ഏരിയ കാരണമാണ്. ഇവിടെയൊക്കെ നല്ല നമ്മളെ സ്ട്രീറ്റിൽ ചോളം ചുട്ട് വിൽക്കണ പെണ്ണുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ഈ കാണാൻ കണ്ട വ്യൂ പോയിൻ്റ്. 1.5 വ്യൂ പോയിൻ്റാണിത്. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം. ഇതൊരു വ്യൂ പോയിന്റ് എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് ഫോറസ്റ്റാണ്. നല്ല മലകളൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫോറസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ കണ്ടമാനം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊന്നും പ്രവേശനമില്ല. നമ്മളെ നാട്ടിലെ മാതിരത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടുത്തെ. കണ്ട അധികം ജനങ്ങളും കുറവാണ്. ഈ പറഞ്ഞ മേഘാലയയിലൊക്കെ മിക്ക ഭാഗങ്ങളും ഫോറസ്റ്റ് തന്നെ. പക്ഷെ അവിടെയൊന്നും അധികം ജനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, പിന്നെ ഇപ്പോൾ അത് നമ്മൾക്ക് ഈ പോണ വഴിയിലായ കാരണം ജസ്റ്റ് അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ള നിലയിൽ അവർ നിലനിർത്തിയേക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇപ്പോൾ നമ്മൾ മറ്റൊരു വാട്ടർഫാൾസിലെത്തിയേക്കാണ് കേട്ടോ. നോസിങ്ചാങ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് മേഘാലയയിൽ, അതായത് നമ്മുടെ ചിറാപൂഞ്ചിയിലുള്ള ഒരു വാട്ടർഫാൾസാണിത്. ഇത് ഭയങ്കര ഹൈറ്റ്സിൽ നിന്ന് വരുന്ന ഒരു വാട്ടർഫാൾസാണ്. പിന്നെ ചിറാപൂഞ്ചി എന്ന് പറയുമ്പോൾ എപ്പോഴും വെള്ളമുള്ളതിൻ്റെ പേരിൽ തന്നെ എപ്പോഴും ഇതിൽ വാട്ടർഫാൾസിൽ വെള്ളം ഉണ്ടായിരിക്കും. ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഉണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം ഈ പറഞ്ഞ മാതിരി ബംഗ്ലാദേശിലാണ് ശരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശികൾക്ക് ഇവിടുന്ന് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. നമുക്കിത് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നാൽ തന്നെ ഇത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ മറ്റൊരു പ്രദർശനത്തിൽ ഈ ഒരു പോർഷൻ ബംഗ്ലാദേശിൻ്റെ സൈഡിലാണ് വെച്ചെങ്കിലും ഇവിടുത്തെ പേരുകളും കാര്യങ്ങളൊക്കെ ഒരു ചൈനീസ് കണക്റ്റഡ് ആണ്. അതായത് ചൈനയുടെ ബോർഡറൊക്കെ ആയിട്ട് ഏകദേശം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഏകദേശം ഈ മംഗോളിയൻ അല്ല ചൈന, ഫിലിപ്പീൻസ് അങ്ങനെയുള്ള മുഖത്തിൻ്റെ അങ്ങനത്തെ ഒരു ഫേസ് കട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പേരുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ വലിയൊരു പാടാണ് അത് വായിക്കാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ മേഘാലയൊക്കെ. സത്യത്തിൽ ചിറാപൂഞ്ചിയിൽ എത്തിയതിൻ്റെ ശേഷം ഇതുവരെ ഒരു ചാറൽ പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞങ്ങളുള്ളത് മൗണ്ട് റോബ്സ് എന്ന് പറഞ്ഞിട്ട് ചിറാപൂഞ്ചിയിലുള്ള ഒരു സ്ഥലമാണ്. ചിറാപൂഞ്ചി ഡിസ്ട്രിക്റ്റാണിത്. അതിൽ മൗണ്ട് റോബ്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ്. ഈ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ അധികം ടൂറിസ്റ്റുകൾ മാത്രം വരുന്നത് ഈ ബോർഡർ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്ത് ഒരു മൗണ്ടൻ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കണ്ട അപ്പുറത്ത് ആ കാണുന്നതൊക്കെയാണ് നമ്മളെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. കാരണം ആ ഇതില്ല നമ്മുടെ അവിടെ പാടശേഖരങ്ങളൊക്കെ പാടങ്ങളും കാര്യങ്ങളൊക്കെ ബംഗ്ലാദേശാണ്. പക്ഷേ ഈ ഒരു പോർഷൻ ഇവിടെ നിന്നുകൊണ്ട് ഉള്ള ഈ ഒരു ഏരിയ ഇന്ത്യയുടെ പോർഷനാണ്. അപ്പോൾ അതാണ് മൗണ്ട് റോബ്സ്. അത് ചിറാപൂഞ്ചി ഡിസ്ട്രിക്റ്റിൽ, മേഘാലയയിൽ ചിറാപൂഞ്ചി ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ചിറാപൂഞ്ചിയിൽ തന്നെ ഇവിടെ വേറൊരു വാട്ടർഫാൾസ് ഉണ്ട്. ഈ വാട്ടർഫാൾസ് ഉണ്ടോ, അടിപൊളി ഒരു വാട്ടർഫാൾസാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ബംഗ്ലാദേശാണ്. ഞാനിതിൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് ചിറാപൂഞ്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗൈഡുമാർ അല്ലെച്ചെങ്കിൽ വന്ന സൈറ്റ് സീൻ്റെ ആൾക്കാർ നമ്മളെ ഒരു പാർക്ക് കാണാനെന്നുള്ള നിലയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ ഇത്രയും വലിയൊരു വാട്ടർഫാൾസ് ഉള്ളത്. അത് പല ആൾക്കാരും ഇങ്ങോട്ട് എത്തുന്നില്ല. ഞങ്ങളിങ്ങനെ നടന്നതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് വന്നപ്പോൾ കണ്ടു. ബാക്കി മിക്ക ആൾക്കാരും തിരിച്ചു പോകാൻ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇവിടെ വരികയാണെന്ന് വെച്ചെങ്കിൽ ഇത്രയും വലിയൊരു വാട്ടർഫാൾസ് കാണാൻ പറ്റും. സംഗതി ഈ കാണുന്നതാണ് മറ്റൊരു വലിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ കുറവാണ് വരുന്നുള്ളൂ. ഇത് ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലുള്ള ഒരു വാട്ടർഫാൾസാണ്. ബംഗ്ലാദേശിലുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇത് വാട്ടർഫാൾസ് കാണാൻ പറ്റും. ഇതൊക്കെ ചിറാപൂഞ്ചിയുടെ ഭാഗങ്ങളാണ്. പിന്നീട് അതിൻ്റെ അവിടെ ഒന്നും അതിർത്തിയും ഫെൻസൊന്നും കെട്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടി ഇന്ത്യയിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. ധോക്ക റിവറിൽ വന്നേക്കാണ്. ധോക്ക റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയിലും ഇടയിൽ കൂടെ പോകുന്ന ഒരു നദിയാണ്. അപ്പോൾ ആ നദിയിലാണ് ഞങ്ങൾ അവിടെയാണ് വന്നേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട ഇവിടെ ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വഞ്ചിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ബംഗ്ലാദേശിൻ്റെ ബോർഡറിൽ കൂടെയൊക്കെ ഒന്ന് കൊണ്ടുവരും. അതാണിത്. പിന്നെ ഇതിൻ്റെ ആ സൈഡിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇവിടെ ഒരു ഇന്ത്യയുടെ കൊടി പറക്കണുണ്ടോ, ആ ഇന്ത്യ നമ്മൾ നിൽക്കുന്നത് ആ സൈഡാണ് ബംഗ്ലാദേശ്. അതേമാതിരി ഈ ഭാഗത്തേക്ക് വന്ന ഇത് ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ ആ അങ്ങനെ കാണുന്ന ആ ഭാഗമൊക്കെ ബംഗ്ലാദേശാണ്. കണ്ടാ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതിർത്തി പ്രദേശം കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇപ്പം ഒന്ന് മഴയൊക്കെ ഉള്ള കാരണം ഇത് നല്ല ക്ലിയർ വെള്ളം ആവേണ്ട ഒരു സ്ഥലമാണിത്. പക്ഷേ ഇന്ന് വെള്ളം മഴയൊക്കെ പെയ്തിട്ടാകെ നാശമായി. അല്ലാതെ നല്ല ക്ലിയർ വാട്ടറാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്താ നല്ല ഉരുളൻ കല്ലുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. നിറച്ച് ഉരുളൻ കല്ലുകൾ ഇവിടെ കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും ബോർഡറിലാണ്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഇന്ത്യ വെച്ചെങ്കിൽ ഈ കാണുന്ന ബോർഡറാണ്. വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് കല്ലിങ്ങനെ പേരിട്ടിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്താണ് ബംഗ്ലാദേശ്. ഈ കാണുന്ന ജനങ്ങളൊക്കെ ബംഗ്ലാദേശികളാണ്. ഈ കാണുന്നതൊക്കെ ഇന്ത്യക്കാരാണ്. ഈ കാണുന്നതൊക്കെ നമ്മൾ ബംഗ്ലാദേശിലെ സഹോദരങ്ങളാണ്. നമ്മളിത് കൊണ്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യൻ അവിടെ ഒരു വ്യൂ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ആരും ഇങ്ങോട്ട് കിടക്കില്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും പോകില്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് ബംഗ്ലാദേശിലെ ആൾക്കാർ സംസാരിക്കാം, ഫോട്ടോ എടുക്കാം, എന്ത് വേണിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ അവർക്ക് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഇവിടുത്തെ. ഇത് ദോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്ത് ദോക്കി റിവർ ഉണ്ട്. അതിലും നമുക്ക് പകുതി അത് ബംഗ്ലാദേശിലും പകുതി ഇന്ത്യയിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഈ കാണുന്നതാണ് അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ എന്ന് പറയുന്നത്. ഇവിടെ സത്യത്തിൽ ഇവിടെ ഒരു ഫെൻസ് അല്ലാത്ത ഒരു വേലിയൊന്നുമില്ല. പക്ഷേ വേറെ കുറേ സ്ഥലങ്ങളിൽ കാര്യമായിട്ട് വേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഓപ്പണാക്കി ഇട്ടിട്ടുള്ളതാണ്. അതായത് ഈ ഒരു ലൈനാണ്, ഈ ബോർഡർ ലൈനാണ് കാണുന്നത്. ഈ ഒരു ലൈനാണ് ये बांग्लादेश है, ये इंडिया है, इसलिए we cannot go there, we are not allowed to go there. അല്ല ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ, ഈ കാണുന്ന ആൾക്കാരൊക്കെ ബംഗ്ലാദേശുകാരാണ്. ബട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന നമ്മളെ അപ്പച്ചൻ സാറ് നിൽക്കുന്നത് ഇവിടെ നിന്നിട്ട് ഇന്ത്യയാണ് കണ്ട. അപ്പോൾ ഇതാണ് ഈ കാണുന്നതൊക്കെ ബംഗ്ലാദേശാണ്. ഓക്കെ ഓക്കെ, ഹൗ ആർ യു? യു ആർ ഓക്കെ? ഓക്കെ, ഗുഡ് ഗുഡ്. ആളൊരു ബംഗ്ലാദേശിയാണ്. അപ്പോൾ നമ്മളൊരു ഹായ് പറഞ്ഞു. വെരി നൈസ് ടു മീറ്റ് യു. ഹൗ ആർ യു? യു ആർ ഓക്കെ? ഓൾ ഗുഡ്. ഓക്കെ ഓക്കെ. നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇങ്ങനെ ബംഗ്ലാദേശിലുള്ള ആൾക്കാരായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെ കാഴ്ചകൾ. ഓക്കെ, ഞങ്ങൾ മേഘാലയയിലെ ഒരു ഗ്രാമത്തിൽ കൂടെയുള്ള യാത്രയാണ്. ഞങ്ങളിവിടെ ഇതിൽ കൂടെ നടന്നു കഴിഞ്ഞാലാണ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാണാൻ പോയി വരുമ്പോൾ അല്ലാച്ച പോണ വഴിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഈ കാണുന്നത് കണ്ട. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ടൂറിസത്തിൻ്റെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ കൂടെ വേണം നടന്നത് കാണാൻ പോകാൻ കണ്ട. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സോവിനീറുകളും കാര്യങ്ങളൊക്കെ ഇവരിവിടെ വിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതമാർഗം. എന്താ ഒരു അമ്മൂമ്മ, ഇവിടുത്തെ തനിതായിട്ടുള്ള ഒരു അമ്മൂമ്മയാണ് പോണത്. പിന്നെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഡിസ്പെൻസറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയൊരു ഗ്രോസറി ഷോപ്പുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിലെ കാഴ്ചകൾ. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. അത് ഒന്നൊന്നാമത്തെ സംഭവമാണ് കണ്ടോ. പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൂക്കുപാലാണിത്. അതായത് വേരുകൊണ്ട് മരങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണച്ച് വെച്ചിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതാണെന്ന് പറയുന്നത്. പിന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ പണ്ട് കാലത്ത് ഏതോ ബുദ്ധിരാക്ഷസന്മാർ അന്ന് കാലത്ത് ജീവിച്ചിരുന്നിരുന്ന ആൾക്കാർ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്തിട്ടൊക്കെ കാലാന്തരങ്ങളിൽ രൂപപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പാലമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇന്നത് സർക്കാരിന് നല്ലൊരു വരുമാനമാണ്, നല്ല ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. കാണാനും ഉണ്ട് കണ്ട. ശരിക്കും പറഞ്ഞാൽ നേച്ചറലി ഉണ്ടായിട്ടുള്ള മാതിരി തന്നെയാണ് ഇത് കാഴ്ചയിൽ കാണുന്നത്. പക്ഷേ അതിൻ്റെ അടിയിൽ തന്നെ നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട്. പുഴ എന്ന് മാത്രമല്ല, അതൊരു ചെറിയൊരു വെള്ളച്ചാട്ടം മാതിരി താഴ്ത്തിക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതും ഞാൻ ഇപ്പോൾ ഇതിൽ കൂടെ തന്നെ കാണിച്ചു തരാം. കണ്ട, അതിങ്ങനെ താഴ്ത്തിക്ക് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. നല്ലൊരു തൂക്കുപാലം തന്നെ കണ്ട. നമ്മൾ ശരിക്കും അകലെന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. പ്രകൃതി സ്വയം ഉണ്ടാക്കി എന്ന് അവകാശപ്പെടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി തൂക്കുപാലം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ പുഴയാണ് കണ്ട. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെയാണ് ഈ ഒരു തൂക്കുപാലം ഉള്ളത്. ഈ തൂക്കുപാലം മേഘാലയയിലുള്ള ഒരു സ്ഥലമാണ്. മേഘാലയയിൽ നിന്ന് ഷില്ലോങ്ങിൽ വരുന്ന, ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള തൂക്കുപാലമുള്ളത്. പ്രകൃതി ഉണ്ടാക്കിയെടുത്ത തൂക്കുപാലം എന്നാണ്
ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് മേഘാലയയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.